വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ യോഹന്നാൻ വ്യക്തമാക്കുന്നത്. ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യം, യേശുക്രിസ്തു ഒരു വാതിൽ തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല, അവൻ അടച്ചാൽ ആരും അത് തുറക്കുന്നതുമില്ല. അതുകൊണ്ടാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനെന്ന് പറഞ്ഞേച്ച 8-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി ക്ലാരിറ്റിയോടെ പറഞ്ഞത്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അത് ഒരുത്തനും അടക്കിയല്ല. അതാണ് കൃത്യമായി അതങ്ങ് കൺഫേം ചെയ്തത് അടുത്ത വാക്യത്തിൽ. ഹല്ലേലൂയ. എന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വാതിൽ, അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ, തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു താക്കോലുണ്ട്. ഏത് ഡോറും, നല്ല ഡോറ്, അകത്തെന്തെങ്കിലും വിലപിടിപ്പുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള കതക്, സ്തോത്രം, ആ ഡോറിന് ഉറപ്പായി ഒരു കീ കാണും. ഇവിടെ തുറക്കാൻ ഉപയോഗിക്കുന്ന താക്കോൽ ആരുടെ താക്കോല? ദാവീദിന്റെ താക്കോൽ. ദൈവത്തിന് എന്തിനാണ് വാതിൽ തുറക്കാൻ വേറൊരാളുടെ താക്കോൽ? ദൈവം തുറക്കുന്നവനല്ലേ, ദൈവം എല്ലാം അടയ്ക്കുന്നവനല്ലേ, അതിന് ദാവീദിന്റെ താക്കോൽ വേണം. ഈ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാ? അതിന്റെ ആത്മീയ അർത്ഥങ്ങളിൽ ഒരു ഭാഗം എന്നാ? അതിന്റെ ഒരു പ്രധാന ഭാഗം അധികാരം, അഭിഷേകം, ആരാധന. ദാവീദ് എന്ന് പറയുമ്പോൾ തന്നെ തിരുവചനം വായിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള, അല്പമെങ്കിലും അറിവും ബോധമുള്ള ഒരാളുടെ മനസ്സിൽ തെളിയുന്ന ദാവീദിനെ കുറിച്ചുള്ള പ്രധാന നെഗറ്റീവുകാരല്ല, മഞ്ഞപ്പത്രമല്ല ഞാൻ ഈ പറയുന്നത്, വിശുദ്ധന്മാരെ കുറിച്ച്. അവർക്ക് ബർഷേബയെ ഓർമ്മ വരുള്ളൂ. പ്രധാനമായും ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന 3 പദങ്ങൾ എന്നാ? അഭിഷേകം, അധികാരം, ആരാധന. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന്. ഇവിടെ ഞാൻ ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവനെന്ന് സ്വർഗത്തിലെ ദൈവം പറയുമ്പോൾ, ഒന്ന്, ദാവീദ് ഒരു രാജാവാണ്. 2, ദാവീദ് ഒരു അഭിഷിക്തനാണ്. ദാവീദിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഒരു രാജ്യത്തിലെ രാജാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം, ആ രാജ്യത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ മേളിലും തനിക്ക് അതോറിറ്റി ഉണ്ട്. സൈന്യം തന്റെയാണ്, ധനവകുപ്പ്, ഫൈനാൻസ് തന്റെയാണ്, തൊഴിൽ മേഖല തന്റെയാണ്. താനാണ് ആൾക്കാരെ ജോലിക്കായി നിശ്ചയിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും അധികാരം കയ്യിൽ കൊണ്ട് നടക്കുന്നവനാണ് ഒരു രാജാവ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് പോലും ഇപ്പോ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിൽ ഒരു രാജ്യത്തില്, ഗൾഫ് കൺട്രിയിൽ ഒരു രാജ്യത്തില്, അവിടുത്തെ രാജാവ് അതുവഴി പോയ സമയത്ത് കുറെ പഴയ ബിൽഡിങ്ങുകൾ കണ്ടു. കുറെ പഴയ ബിൽഡിങ്ങുകൾ. ആ പഴയ ബിൽഡിംഗ് ആണെങ്കിലും ആ രാജ്യത്തിലെ എല്ലാ ബിൽഡിങ്ങിനും ഒറ്റ പെയിന്റ് ആണ്. അതാണ് അവിടുത്തെ നിയമം. ആ രാജ്യത്തുള്ളവർക്ക് പിടികിട്ടുന്നുണ്ട്, അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പിടികിട്ടുന്നുണ്ട് ഏത് രാജ്യമാണ്. അവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും ഒറ്റ പെയിന്റ് ആണ്, വേറൊരു കളർ പെയിന്റ് അടിക്കാൻ പാടില്ല. പ്രധാനമായി നമ്മൾ ഏത് കെട്ടിടം നോക്കിയാലും ഒറ്റ കളറായിരിക്കും. എന്നാൽ കുറെ പഴയ ബിൽഡിങ് കുറെ ആൾക്കാർ റിനോവേറ്റ് ചെയ്ത് പുതിയ പെയിന്റ് അടിച്ചു വെച്ചു വേറെ കളറിൽ. രാജാവ് അത് വഴി പോയി, പുള്ളി അത് കണ്ടു. രാവിലെ ഒരു പേപ്പർ കൊടുത്തു എല്ലാം പൊളിച്ച് കളഞ്ഞേക്കാൻ. വെരി സിമ്പിൾ. എല്ലാം പൊളിച്ച് ഊരെ കളഞ്ഞു. ഇപ്പോൾ അവിടെ ബിൽഡിങ്ങും ഇല്ലൊന്നുമില്ല. എന്നിട്ട് രാജാവ് വേറെ പണിഞ്ഞു. അതാണ് രാജാവ്. ഇത്രയേ ഉള്ളൂ രാജാവ്.
അവിടെ കൊടികുത്തലും ബഹളവും ഒന്നുമില്ല. അവിടെ പിന്നെ പേപ്പർ കൊടുക്കലില്ല, കൈക്കൂലിയില്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അവിടെ രാജാവ് പറയുന്നു, അങ്ങനെ സംഭവിക്കുന്നു. 10-40 ബിൽഡിംഗ് ഉണ്ടായിരുന്നു, വലിയ കെട്ടിടമായിരുന്നു, മൊത്തം പൊളിച്ചു കളഞ്ഞേക്കാൻ പറഞ്ഞു. അത് ഈ നമ്മുടെ കൂട്ടർ പൊളിപ്പാന്നോ? ഒരുത്തം വരുമ്പോൾ ഒരുത്തം വരാത്ത പൊളിപ്പാന്നോ? അല്ല. സ്തോത്രം. ഒറ്റ ആഴ്ച കൊണ്ട് മുഴുവൻ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാത്തൊരു ഗ്രൗണ്ടാക്കി കളഞ്ഞത്. രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് രാജകീയ ഭരണം നടക്കുന്ന രാജ്യത്തിലുള്ളവർക്ക് അറിയാം. ദാവീദിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ, ദാവീദ് ഒരു കിങ്ങാണ്, ഒരു രാജാവായിരുന്നു. അവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ അധികാരമുള്ളവനാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവൻ ഓപ്പറേറ്റ് ചെയ്യും. ഒരു ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യാൻ പുള്ളി പറഞ്ഞാൽ അത് ക്ലോസ്ഡ് ആണ്, തുറക്കാൻ പറഞ്ഞാൽ തുറന്നതാണ്. അതാണ് രാജാവ്. താഴെ മേളിലും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. സ്തോത്രം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ദാവീദിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ 2 സത്യമാണ്. ഒന്ന്, അത് അധികാരത്തെ കാണിക്കുന്നു. യേശുവിന് തുറക്കാൻ കഴിയാത്ത, അടയ്ക്കാൻ കഴിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റുകളില്ല. യേശുവിന് തുറക്കാൻ കഴിയാത്ത, യേശുവിനെ അടയ്ക്കാൻ കഴിയാത്ത ഒരു മേഖലകളുമില്ല. 2, ഈ ദാവീദിന്റെ താക്കോൽ എടുത്ത് എന്തിനാ കർത്താവ് തുറക്കുക അടയ്ക്കുകയും ചെയ്യുന്നേ? അതൊരു ആത്മീയ അർത്ഥം കേട്ടോ. അക്ഷരാർത്ഥത്തിൽ അതൊരു ആത്മീയ അർത്ഥം. എന്താ അതിന്റെ കാരണം? ദൈവത്തിന് എല്ലാ കാലവും തുറക്കാനും അടയ്ക്കാനും കഴിയുമെങ്കിലും അവനത് തനിയെ ചെയ്യില്ല. അവനത് ഓപ്പറേറ്റ് ചെയ്യുന്നത് തൻ്റെ പ്രതിനിധികളെ കൊണ്ടാണ്. ദാവീദ് ഒരു പ്രതിനിധിയാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും എന്നല്ലേ യേശു പറഞ്ഞേ? ദൈവത്തിന് അഴിക്കാൻ അറിയാം, ദൈവത്തിന് കെട്ടാനും അറിയാം. അതിന് ആരുടെ സഹായം വേണ്ട, പക്ഷെ സഹായം വേണം. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ കെട്ടാനും വരുന്നില്ല, ഞാൻ അഴിക്കാനും വരുന്നില്ല. നീ കെട്ടിക്കോ, അത് മേളിൽ ഞാൻ ലോക്ക് ചെയ്തേക്കാം. നീ ഇവിടുത്തെ ലോക്ക് അഴിച്ചോ, ഞാൻ മേളിൽ നിന്ന് ലോക്ക് റിലീസ് ചെയ്തേക്കാം. ദൈവത്തിന് മഴ പെയ്യിക്കാനും കഴിയും, ദൈവത്തിന് മഴ പെയ്യിക്കാതിരിക്കാനും കഴിയും. പക്ഷേ ദൈവം മഴ പെയ്യിക്കണോ പെയ്യിക്കണ്ടയോ എന്ന് സംസാരിക്കുന്നത് ഏലിയാവിനെ കൊണ്ടാണ്. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ല. ദൈവത്തിന് മഴമേഘത്തെ ഡയറക്റ്റ്ലി അടച്ച് ആഹാബ് രാജാവിനെ ഇസബേലിനെയും പാഠം പഠിപ്പിക്കാം. പക്ഷെ ദൈവം അത് ഏലിയാവിലൂടെ ചെയ്യുള്ളൂ. ദൈവത്തിന് എല്ലാ കാലവും, ഇത് ശ്രദ്ധിച്ചു കേട്ടോണം, നോട്ട് ചെയ്തോണം, ഏറ്റെടുത്തോണം. ദൈവത്തിന് എല്ലാ കാലവും തുറക്കാനും അടയ്ക്കാനും ചില പ്രതിനിധികളെ ആവശ്യമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. നീ തുറക്കുന്നത് തുറക്കപ്പെട്ടിരിക്കും, നീ അടയ്ക്കുന്നത് അടയപ്പെട്ടിരിക്കും. ഇനി അത് മാത്രമാണോ? ദാവീദ് എന്ന രാജാവിന് ഈ ലോകത്തിലെ ഭൗതികമായ മണ്ഡലങ്ങളുടെ അധികാരമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ദാവീദിന്റെ താക്കോൽ ഉപയോഗിക്കുന്ന ക്രിസ്തുവിന് സമസ്ത മേഖലകളുടെയും താക്കോലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോ? കർത്താവിന്റെ ആത്മാവിനോട് വളരെ ആഴമായി പ്രൊഫറ്റിക്കലി ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ പലരും ഏറ്റെടുക്കാറില്ല. ഉള്ളി വെറുതെ പറയുന്നതായിരിക്കും കരുതും, പിന്നെ പിടിച്ചോളും. സ്തോത്രം. ആത്മമണ്ഡലത്തിന്റെയും ഭൗതിക മണ്ഡലത്തിന്റെയും കീ യേശുവിന്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും കർത്താവിന് തുറക്കാനും അടയ്ക്കാനും കഴിയുമെന്ന് ഈ ഭൂമി ഒന്ന് തെളിയിച്ചതാ. മരിച്ചുപോയ ലാസറിന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് അവന്റെ ശരീരത്തോട് തിരിച്ചു കൊണ്ടുവന്നത് സൂപ്പർ നാച്ചുറൽ. അത് ദൃശ്യമേഖലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സാധനമല്ല. ഒരു മനുഷ്യന് നിത്യജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു മനുഷ്യന്റെ പാപത്തെ വിമോചിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ്, പക്ഷെ സംഭവിക്കുന്നു.
മറുഭാഗത്ത് 5 അപ്പോ 2 മീൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വർദ്ധിക്കുന്നതും കാണാം, കഴിക്കുന്നതും കാണാം, കഴിക്കുകയും ചെയ്യാം. അപ്പൊ ആത്മമണ്ഡലത്തിന്റെയും ഭൗതിക മണ്ഡലത്തിന്റെയും കീ ഓപ്പറേഷൻ യേശുവിലാണ്. പക്ഷെ ഇത് രണ്ടും കർത്താവ് ചെയ്യിക്കുന്നത് നമ്മളിലൂടെയാണ്. റിജോയ് സാറെ ഏറ്റെടുക്കൂ, നമ്മിലൂടെയാണ് ഇത് രണ്ടും കർത്താവ് ചെയ്യിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അഴിച്ചാൽ അഴിയപ്പെടും, നിങ്ങൾ തുറന്നാൽ അത് തുറക്കപ്പെടും, നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ല, ഞാൻ പറഞ്ഞാൽ അത് തന്നെ സ്വർഗം ചെയ്യും. ചേർന്ന് കർത്താവിന് നന്ദി. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ പ്രതിനിധികളായി, ദൈവത്തിന്റെ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പം വാതിൽ തുറക്കുന്ന ദൈവം. നമ്മൾ പലരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവമേ നീ എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണേന്നല്ലേ. പക്ഷെ കർത്താവ് നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല, ഈ വാതിൽ നിനക്ക് തുറക്കാൻ കഴിയുമെന്ന. പക്ഷെ അത് നീ തുറക്കുന്നത് നിന്റെ കഴിവിലല്ല, എന്നിലൂടെയാ. പക്ഷെ നിന്നെ കൊണ്ടേ ഞാനിത് തുറക്കുള്ളൂ, നിന്നിലൂടെ ഞാനിത് ചെയ്യുള്ളൂ. താങ്ക് യു ഹോളി ഗോസ്റ്റ്. അപ്പോസ്തലന്മാർ കൈവെക്കുന്നതാണ് ആൾക്കാർ കാണുന്നേ. മുടന്തൻ നടക്കുന്നു, നടത്തിയതാരാ? യേശു ക്രിസ്തു. നടത്താൻ ദൈവം ഉപയോഗിച്ചതാരെയാ? അപ്പോസ്തലന്മാരെ. രോഗികളെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, സൗഖ്യമാക്കും. ആരിലൂടെ? നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. നിന്റെ കൈയില്ലാതെ അത് പറ്റില്ല. നിന്റെ കരമില്ലാതെ അത് സാധ്യമല്ല. എനിക്ക് നിന്റെ കൈ വേണം. പൗലോസ് സംസാരിച്ചപ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നു, അവൾ യേശുവിൽ വിശ്വസിച്ചു. ലുദിയായ യേശുവിന് നേടണം, അതിന് പൗലോസിന്റെ നാവിനെ യേശുവിന് വേണം. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായവർക്കായി സ്തോത്രം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിനൊരു പ്രതിനിധിയെ വേണം. അവന്റെ പ്രതിനിധികൾ, അവരെ കൊണ്ടാണ് ദൈവം ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട്, വിശ്വസിക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൽ വഴിയാകുന്ന ക്രിസ്തുവിൽ നിങ്ങൾ ജീവിക്കുന്ന ആ വഴികളിൽ നടക്കുന്ന വ്യക്തിയാണോ? വാതിലാകുന്ന ക്രിസ്തു നിന്നിൽ വന്നിട്ടുണ്ടോ? നിശ്ചയമായും നീ നിന്റെ വീട്ടിലെ, നാട്ടിലെ, പട്ടണത്തിലെ കർത്താവിന്റെ പ്രതിനിധിയാണ്. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് നിന്റെ കരത്തെയാണ്. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് നിന്റെ അധരത്തെയാണ്. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് നിന്റെ നാവുകളെയാണ്. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് നിന്റെ ശബ്ദത്തെയാണ്. ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് നിന്നിലുള്ള അഭിഷേകത്തെയാണ്. ഇന്ന് പകൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രതിനിധികൾ ചേർന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. താങ്ക് യു പ്രഷ്യസ് ജീസസ്. പക്ഷെ ദൈവം തുറക്കുന്ന അതിപ്രധാനപ്പെട്ട 5 വാതിലുകൾ, അതിനെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഈ 5 വാതിലുകളും ഈ മെസ്സേജ് ഞാൻ വീണ്ടും ചില നാളുകൾക്ക് ശേഷം പിന്നെ ഇരുന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്രൊഫറ്റിക്കലി ആണ് പറയുന്നത്. ഇതിനകത്ത് സാക്ഷ്യങ്ങളുണ്ടാകും. വിശ്വസിക്കുന്നവരിൽ ഇനി കേൾക്കുന്ന 5 കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ ഒരുത്തനെങ്കിലും ഉണ്ടെങ്കിൽ നിന്നിൽ ഈ വചനം ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കും.